Okay, let us start with a new fresh topic, Java servlets. അതിൻ്റെ ബേസിക്സ്, ബെനിഫിറ്റ്സ്, ഇനീഷ്യലൈസേഷൻ, ഡിപ്ലോയ്മെൻറ്റ്, റീഡിങ് ക്ലയൻറ്റ് ഡാറ്റ, റീഡിങ് HTTP റിക്വസ്റ്റ് ഹെഡേഴ്സ്, കുക്കീസ്, സെഷൻസ്, ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മളുടെ സിലബസ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു സെർവ്ലെറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ J2EE കോമ്പോണൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സർവീസ് പ്രോസസ്സ് ചെയ്യാൻ, കുറച്ച് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു J2EE കോമ്പോണൻറ്റിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു ഡിസൈൻ ചെയ്ത J2EE കോമ്പോണൻറ്റിന് നമുക്ക് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് അതിലേക്ക് റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ, ക്ലയൻറ്റ് ഈ ഒരു J2EE കോമ്പോണൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു ക്ലയൻറ്റ് സൈഡ് ആപ്ലിക്കേഷൻസ് വെച്ചിട്ടായിരിക്കും. അത് ഒരു ബ്രൗസറായിരിക്കാം, ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് സൈഡ് ആപ്ലിക്കേഷൻ ഫോർ ദ ഇൻട്രാക്ഷൻ ടു എ സെർവ്ലെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ബ്രൗസറിനെയാണ്. ഇനി അതല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജാവ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, മീൻസ് ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ നിന്നും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാവുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തു തന്നെയായാലും ഇതുപോലുള്ള ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് വഴി ഇൻഫർമേഷൻ സപ്ലൈ ചെയ്ത് ഒരു സെർവറുമായിട്ട് ഇൻട്രാക്ഷൻ പോസിബിളാണ്. ആ സെർവർ സൈഡ് പ്രോഗ്രാമാണ് സെർവ്ലെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രൗസറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്നോ കുറച്ച് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്തിട്ടോ ചെയ്യാതെയോ ആയിരിക്കാം. ചിലപ്പോൾ ഒരു ഇൻഫർമേഷനും സപ്ലൈ ചെയ്യാതെ നമ്മൾ സെർവറിൽ നിന്ന് എന്തെങ്കിലും ഒരു സർവീസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇൻഫർമേഷൻ വേണ്ട സർവീസ് ആണെങ്കിൽ അത് സപ്ലൈ ചെയ്തിട്ട്, അത് നമുക്കറിയാം ക്ലയൻറ്റ് സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള ഫോംസ് HTML ഫോമാറ്റിൽ നമുക്ക് വെബ് പേജസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ആക്കുന്നു. അതല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നീഡഡ് ആയിട്ടുള്ള ഫോംസ് ഫില്ലിംഗ് ഉണ്ടാവും. ആ ഫോമിൽ നമ്മൾ നീഡഡ് ആയിട്ടുള്ള ഡാറ്റാസ് സപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് HTTP റിക്വസ്റ്റിൽ എംബഡ് ചെയ്ത് സെർവറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ HTTP റിക്വസ്റ്റ് കിട്ടുന്ന ഒരു സെർവർ ഒന്നുകിൽ ആ ഒരു സെർവർ ഒറ്റയ്ക്ക് നിന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു സെർവർ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു സെർവറിലേക്ക് ഒരു EJB കോമ്പോണൻറ്റിലേക്ക് അതിൻ്റെ കോള് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. നീഡഡ് പാരാമീറ്റേഴ്സ് എല്ലാം സപ്ലൈ ചെയ്ത് അതുപോലെ ഒരു കോൾ ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു EJB കോമ്പോണൻ്റ് ആ സർവീസ് ആ ഒരു കിട്ടിയ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് നീഡഡ് സർവീസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് എന്താണ് അത് നമ്മുടെ ഈ ഒരു സെർവറിന് റിട്ടേൺ കൊടുക്കുന്നുണ്ടായിരിക്കും, റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ റെസ്പോൺസിനെ തിരിച്ച് ക്ലയൻറ്റ് സൈഡിലേക്ക് ഈ ഒരു സെർവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ രീതിയിലുമായിരിക്കാം കമ്മ്യൂണിക്കേഷൻ. അതല്ലെങ്കിൽ കിട്ടുന്ന സെർവർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ പ്രോസസ്സ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ സെർവർ സൈഡിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഫയൽസാണ് നമ്മൾ ഈ പറയുന്ന സെർവ്ലെറ്റ്സും അതുപോലെ ജാവ സെർവർ പേജസും. സെർവ്ലെറ്റ്സും ജാവ സെർവർ പേജസും തമ്മിൽ വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോഴും കോഡിങ്ങിലും നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലും ഫങ്ഷനാലിറ്റീസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇത് രണ്ടും സെയിം ഫങ്ഷനാലിറ്റിയാണ്. ഒന്നൊന്നിനേക്കാൾ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാനോ അല്ലെങ്കിൽ ഒന്നൊന്നിനേക്കാട്ടിലും എന്തെങ്കിലും ഡീമെറിറ്റ് ഉണ്ടെന്ന് പറയാനോ നമുക്ക് സാധിക്കില്ല. രണ്ടിനും സെയിം ഫങ്ഷനാലിറ്റീസാണ്. പിന്നെ അതിൻ്റെ കോഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് HTMLൻ്റെ ഇടയിൽ നമുക്ക് ജാവ കോഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഡിങ്ങാണ് ജാവ സെർവർ പേജസിൽ നമ്മൾ കണ്ടുവരുന്നത്. ആ ഒരു ടെക്നിക്കാണ് അതിന് യൂസ് ചെയ്യുന്നത്. സെർവ്ലെറ്റ്സ് എന്ന് പറയുന്നത് പ്യുവർ ജാവ കോഡായിരിക്കും. അതിൽ നമുക്ക് എന്തെങ്കിലും പ്രിൻ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ HTML ആയിട്ട് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കമൻസ് ആയിട്ട് സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിളൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രണ്ട് ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് സെർവ്ലെറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും സെർവർ സൈഡ് ടെക്നിക്സ് ആണ്, സെർവ്ലെറ്റ്സും ജാവ സെർവർ പേജസും. അപ്പോൾ സെർവ്ലെറ്റ്സ് ആണ് നമുക്ക് ആദ്യം കാണാനുള്ളത്. ഫസ്റ്റ് ടൈംസിൽ, ഏർലി ടൈംസിൽ ഈ ഒരു സെർവർ സൈഡ് പ്രോഗ്രാമിംഗ്
ഹാൻഡിൽ ചെയ്തിരുന്നത് CGI കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടായിരുന്നു. കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ് പേൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ വെച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോട്ടോക്കോളാണ് CGI എന്ന് പറയുന്നത്, കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെർവർ സൈഡ് പ്രോഗ്രാംസ് എല്ലാം ഏർലി ടൈംസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് സെർവ്ലെറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. CGIനെ റീപ്ലേസ് ചെയ്തിട്ടാണ് സെർവ്ലെറ്റ്സ് നിൽക്കുന്നത്. സെർവ്ലെറ്റ്സ് അല്ലെങ്കിൽ JSP പേജസ് എല്ലാം തന്നെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ജാവ സെർവ്ലെറ്റ്സും അതുപോലെ CGIയും നമുക്ക് തരുന്ന സർവീസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതിൻ്റെ കോമണാലിറ്റീസ് എന്താണെന്നുള്ളതാണ്. ഇതിൽ രണ്ടിലും നമുക്ക് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഡാറ്റാസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സ്പ്ലിസിറ്റ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു യൂസർ ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻസ്, അതുപോലുള്ള യൂസർ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റാസാണ്. നെയിം, പ്ലേസ്, അഡ്രസ്, ഇങ്ങനെയുള്ള ഡാറ്റാസ്. ഇംപ്ലിസിറ്റ് ഡാറ്റാസ് എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാണ് നമ്മളുടെ ഡാറ്റ ഇരിക്കുന്നത്, മെറ്റാ ഡാറ്റ എന്ന് പറയാം നമുക്ക്. അതായത് ഒരു HTTP റിക്വസ്റ്റ് പോകുന്ന സമയത്ത് അതിന് ആ ഡാറ്റ കംപ്രഷൻ ടെക്നിക്ക്, അതുപോലെ അതിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ ഫീൽഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അത് എവിടേക്കാണ് സെൻഡ് ചെയ്യുന്നത്, അതുപോലെ ഈ ഡാറ്റേനെ കുറിച്ചിട്ടുള്ള ആ ഡാറ്റേനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്, ആ ഒരു ഇൻഫർമേഷൻ, ഈ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഡാറ്റേനെ കിട്ടുന്ന എൻഡിൽ സെർവർ സൈഡിൽ അതിനെ ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ കംപ്രസ് ചെയ്തിരിക്കുന്നത്, ആ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ഡീകംപ്രസ് ചെയ്യണം, അങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻഫർമേഷനാണ് ഈ ഇംപ്ലിസിറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റം ഡിഫോൾട്ടായിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ടൈപ്പ് ഡാറ്റാസാണ്. അത് നമുക്ക് യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് അല്ല. അതുകൊണ്ടാണ് അതിനെ ഇംപ്ലിസിറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഡാറ്റാസിനെ ക്ലയൻറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് അത് സെർവർ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക, സെർവറിലേക്ക് എത്തിക്കുക, ആ സെർവറിൽ അതിനെ പ്രോസസ്സ് ചെയ്യുക, തിരിച്ച് അതുപോലെ തന്നെയുള്ള എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഡാറ്റാനെ തിരിച്ച് ക്ലയൻറ്റിലേക്ക് സപ്ലൈ ചെയ്യുക. ഇത്രയുമാണ് നമ്മളുടെ ഈ CGI ടെക്നോളജി ആയാലും അതുപോലെ സെർവ്ലെറ്റ് ടെക്നോളജി ആയാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഒരു ISBN നമ്പർ യൂസ് ചെയ്തിട്ട് ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്ത് അതിൻ്റെ ഒരു റെസ്പോൺസ് വരുന്ന അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ, അതിൻ്റെ ഒരു ഡയഗ്രാം, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ യൂസർ എക്സ്പ്ലിസിറ്റ്ലി സപ്ലൈ ചെയ്യുന്ന ഒരു ഡാറ്റയാണ് ISBN എന്ന് പറയുന്നത്. ISBN ബുക്കിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നമ്പർ, ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതെന്തോ ആവട്ടെ, ഒരു ISBN നമ്പറാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. പ്രോഡക്റ്റ് ഇൻഫർമേഷനാണ് അതിന് റിട്രീവ് ചെയ്യുന്നത്, ലാസ്റ്റ് നമുക്ക് സപ്ലൈ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ISBN ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നു നമ്മുടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ വഴി. അതിവിടെ ബ്രൗസറാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ വഴി അത് സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ ഈ ഒരു സെർവർ വേറൊരു ജാവ സെർവ്ലെറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെർവർ ISBN ഡാറ്റ സപ്ലൈ ചെയ്ത് ആ കറക്റ്റ് ISBN നമ്പറിന് ഫോർവേഡ് ചെയ്ത് ഈ ജാവ സെർവ്ലെറ്റിൻ്റെ സർവീസാണ് യൂസ് ചെയ്യുന്നത്. ആ ജാവ സെർവ്ലെറ്റ് ഇവിടെ മറ്റൊരു EJB കോമ്പണൻറ്റിൻ്റെ സർവീസ് യൂട്ടിലൈസ് ചെയ്ത് അതിലേക്ക് ISBN സപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റാബേസിൽ നിന്നും ഈ കറക്റ്റ് പ്രോഡക്റ്റ് ISBN നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ നിന്നും പ്രോസസ്സ് ചെയ്തെടുത്ത് EJB കോമ്പണൻ്റ് അത് ജാവ സെർവ്ലെറ്റിന് ഫോർവേഡ് ചെയ്യുന്നു പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. ഈ ഒരു പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ഇൻറ്റേൺ അത് സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ കണ്ടൻറ് ടൈപ്പ് ഇൻഫർമേഷൻ, ഇത് നമ്മളുടെ ഇംപ്ലിസിറ്റ് ഡാറ്റയിൽ
നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷനാണ് കണ്ടൻറ് ടൈപ്പ് ഇൻഫർമേഷൻ. അതായത് ഈ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ്റെ കണ്ടൻറ് ടൈപ്പ് എന്താണ്, അതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് കംപ്രസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പ്രോഡക്റ്റ് ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ കണ്ടൻറ് ടൈപ്പിൽ ഉണ്ടാവുക. എന്നിട്ട് അതിന് പിന്നെ കണ്ടൻറ് ടൈപ്പ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ഇത് പിന്നീട് ഈ ക്ലയൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു, ഈ ഒരു സെർവർ. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു EJB അല്ലെങ്കിൽ ഈ ഒരു സെർവർ നമുക്കിവിടെ മിസ്സിങ് ആയിരിക്കാം. ഇത് മറ്റൊരു സെർവറാണ്, കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു സെർവറാണ്. ഈ ഒരു സെർവറിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം ഇത്രയും ഫങ്ഷൻസ് നടക്കുന്നത്. അങ്ങനെയും പോസിബിളാണ്. രണ്ട് സെർവർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ നമുക്ക് എക്സ്പ്ലിസിറ്റ് ഡാറ്റ എന്ന് പറയുന്നത് ISBN നമ്പർ ഇവിടുന്ന് ക്ലയൻറ്റ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നീട് ഒരു എക്സ്പ്ലിസിറ്റ് ഡാറ്റ വരുന്നത് നമ്മുടെ EJB കോമ്പണൻറ്റ് ഇതിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഇൻഫർമേഷനാണ്. ഇത്രയാണ് ഇതിൽ എക്സ്പ്ലിസിറ്റ് ഡാറ്റ വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇംപ്ലിസിറ്റ് ഡാറ്റ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടൻറ് ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്താൽ ഒരു ക്ലയൻറ്റിന് അതിൻ്റെ ഒരു റെസ്പോൺസ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യാനായിട്ട് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്ലോ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു CGI എന്ന് പറയുന്നതും സെർവ്ലെറ്റ്സ് ജാവ സെർവ്ലെറ്റ്സും ഏകദേശം സെയിം ഫങ്ഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ഡാറ്റാസിന് ക്ലയൻറ്റ് സൈഡിൽ നിന്നും സെർവർ സൈഡിലേക്ക് സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സെർവർ സൈഡിൽ നിന്നും റെസ്പോൺസസിന് എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ഡാറ്റാസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റെസ്പോൺസിനെ തിരിച്ച് ക്ലയൻറ്റിലേക്ക് സപ്ലൈ ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻസ്. നമുക്ക് നമ്മൾ പറഞ്ഞു CGI എന്ന് പറയുന്നത് പേൾ അതുപോലെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് അല്ലെങ്കിൽ API ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതും സെർവറും തമ്മിലുള്ള ഒരു അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, സെർവ്ലെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഓൺലി 1 കോപ്പി ഓഫ് ദ ജാവ സെർവ്ലെറ്റ് ഈസ് ലോഡഡ്. ഇപ്പോൾ CGIൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ക്ലയൻറ്റ് റിക്വസ്റ്റ് വരുന്ന സമയത്തും ഓരോ പ്രോസസ്സ് ക്രിയേറ്റ് ആവുന്നു. ആ ഓരോ ക്ലയൻറ്റ് റിക്വസ്റ്റിനെയും പ്രോസസ്സ് ചെയ്യാനായിട്ട് ഓരോ പ്രോസസ്സസ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. CGIയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓരോ ക്ലയൻറ്റ് റിക്വസ്റ്റിനെയും പ്രോസസ്സ് ചെയ്യാനായിട്ട്, അപ്പോൾ ഓരോ റിക്വസ്റ്റിന് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് പ്രോസസ്സിൻ്റെ സ്പേസ് ആവശ്യമാണ്, അതിന് നീഡഡ് ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും ആവശ്യമാണ്. എന്നാൽ ഇതിന് പകരമായിട്ട് നമ്മളുടെ സെർവ്ലെറ്റ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് ത്രെഡ്സ് ആണ്. ത്രെഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ലൈറ്റ് വെയിറ്റ് ആണ്, പ്രോസസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ത്രെഡ് എന്ന് പറയുന്നത് മെമ്മറി ഷെയറബിൾ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രോസസ്സസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരൊറ്റ പ്രോസസ്സ് തന്നെ മൾട്ടിപ്പിൾ ത്രെഡ്സ് ആയിട്ടാണ് നമുക്ക്. അപ്പോൾ സെപ്പറേറ്റ് റിക്വസ്റ്റ് വരുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സസ് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓവർഹെഡ് അവിടെ കുറച്ച് കിട്ടും. ഇതാണ് നമ്മളുടെ സെർവ്ലെറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജാവ സെർവ്ലെറ്റിന് പെർസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ്. പെർസിസ്റ്റൻസ് എന്ന് പറയുമ്പം നമുക്ക് ഒരു സെർവ്ലെറ്റ് വർക്ക് ചെയ്ത് നമ്മളൊരു റിക്വസ്റ്റ് അതൊരു സെർവ്ലെറ്റ് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു ത്രെഡ് അവിടെ അലൈവായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം പ്രോസസ്സ് ചെയ്ത അത്രയും ഡീറ്റെയിൽസ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പെർസിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നീട് ഒരു സെയിം ക്ലയൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പം അതിൻ്റെ മുമ്പേ കിട്ടിയ ഒരു റിക്വസ്റ്റിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഒരു ഫ്രഷ് റിക്വസ്റ്റ് ആയിട്ടല്ല അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സെർവ്ലെറ്റിൻ്റെ പെർസിസ്റ്റൻസ് ആണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ക്ലയൻറ്റ് റിക്വസ്റ്റിൻ്റെ ഇടയ്ക്ക് ആ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മളുടെ ജാവ സെർവ്ലെറ്റിന് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തു പറയത്തക്കതായിട്ട് CGIനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ സെർവ്ലെറ്റിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കറിയാം CGI എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേൾ പോലുള്ള ലാംഗ്വേജസ് ഒക്കെ വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഈ സെർവ്ലെറ്റ് JSP പേജസ് എന്നെല്ലാം പറയുന്നത് പ്യുവറായിട്ട് ജാവ ഡെവലപ്പർക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യലൈസേഷൻ.
ഇതിലാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, നമ്മൾ ഒരു സെർവ്ലെറ്റിൻ്റെ പ്യുവർ സ്ട്രക്ചർ, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഒരു സെർവ്ലെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജാവ സെർവ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു ജാവ ക്ലാസ് ആണ് ദാറ്റ് റീഡ്സ് റിക്വസ്റ്റ് സെൻഡ് ഫ്രം എ ക്ലയൻറ്റ് ആൻഡ് റെസ്പോണ്ട് ബൈ സെൻഡിങ് ഇൻഫർമേഷൻ ടു ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ് റിക്വസ്റ്റ് റീഡ് ചെയ്യാനും തിരിച്ച് റെസ്പോൺസ് സെൻഡ് ചെയ്യാനുമായിട്ടുള്ള ഒരു ജാവ ക്ലാസ് ആണ് സെർവ്ലെറ്റ് എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കേണ്ട HTTP സെർവ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ, ബേസ് ക്ലാസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സെർവ്ലെറ്റ് മസ്റ്റായിട്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെർവ്ലെറ്റിൽ ഡു ഗെറ്റ് ഓർ ഡു പോസ്റ്റ് ഏതെങ്കിലും ഒരു മെത്തേഡോ അല്ലെങ്കിൽ രണ്ടുമോ നമ്മളുടെ പർപ്പസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു മെത്തേഡിനെ മസ്റ്റായിട്ടും നമ്മൾ ഓവർ റൈഡ് ചെയ്തിരിക്കണം. ഇതിപ്പോൾ ഡു ഗെറ്റ് ഡു പോസ്റ്റ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഗെറ്റും പോസ്റ്റും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫോം സബ്മിഷൻ്റെ മെത്തേഡ്സ് ആണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഗെറ്റ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ HTML എംബഡ് ചെയ്തിട്ട് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ ഗെറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഗെറ്റ് വെച്ചിട്ടാണ് നമ്മൾ HTTP റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡു ഗെറ്റ് മെത്തേഡ് ഓവർ റൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ റിക്വസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിന് റെസ്പോൺസ് സെൻഡ് ചെയ്യാനുമായിട്ട് സാധിക്കുന്നത്. അതുപോലെ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡു പോസ്റ്റ് എന്നുള്ള മെത്തേഡിലായിരിക്കും നമുക്ക് നീഡഡ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് റൈറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഡു ഗെറ്റ് ആണെങ്കിലും ഡു പോസ്റ്റ് ആണെങ്കിലും ഈ രണ്ട് മെത്തേഡിനും രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ആ രണ്ട് പാരാമീറ്റേഴ്സാണ് HTTP സെർവ്ലെറ്റ് റിക്വസ്റ്റ് ആൻഡ് HTTP സെർവ്ലെറ്റ് റെസ്പോൺസ്. നിങ്ങൾക്ക് ഈ പേര് വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന പോലെ തന്നെ HTTP സെർവ്ലെറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അതിൻ്റെ ഒബ്ജക്റ്റാണ്. നമുക്ക് HTTP റിക്വസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഡാറ്റാസിനെ ആ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റിൽ നിന്ന് റീഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് HTTP സെർവ്ലെറ്റ് റിക്വസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ HTTP സെർവ്ലെറ്റ് റെസ്പോൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിട്ടേൺ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യേണ്ട റെസ്പോൺസസിൻ്റെ റെസ്പോൺസസ് എന്തെല്ലാമാണ് അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു റെസ്പോൺസ് സെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് HTTP സെർവ്ലെറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു സെർവ്ലെറ്റ് ത്രോ ചെയ്യാൻ സാധ്യതയുള്ള എക്സെപ്ഷനാണ് സെർവ്ലെറ്റ് എക്സെപ്ഷൻ ആൻഡ് IO എക്സെപ്ഷൻ. തിരിച്ച് റെസ്പോൺസ് സെൻഡ് ചെയ്യുമ്പോൾ ഔട്ട് ഗോയിങ് ഡാറ്റ ഇതിൽ എംബഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിൽ ഔട്ട് ഗോയിങ് ഡാറ്റ നമുക്ക് എംബഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് പ്രിൻറ്റ് റൈറ്റർ എന്ന് പറയുന്നത്. പ്രിൻറ്റ് റൈറ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ println മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്ലയൻറ്റിലേക്ക് റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡാറ്റാസിനൊക്കെ വേണ്ടിയുള്ളതാണെങ്കിൽ നമ്മൾ തിരിച്ച് HTML കണ്ടൻ്റായിട്ട് അതിനെ റെസ്പോൺസ് സെൻഡ് ചെയ്യാനായിട്ട് ഒരു പുതിയ വെബ് പേജാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എംബഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അടുത്ത എക്സാമ്പിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ ഒരു റെസ്പോൺസ് നമ്മൾ സെൻഡ് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അത് ഏത് ഫോർമാറ്റിലും നമുക്ക് സെൻഡ് ചെയ്യാം. ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫോർമാറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് HTML, XML ഈ രീതിയിലെല്ലാം നമുക്ക് ബ്രൗസറിലേക്കാണെങ്കിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇമേജസോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയും നമുക്ക് റെസ്പോൺസ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടൻറ് ടൈപ്പ് എന്താണ്, അതിൻ്റെ കംപ്രഷൻ ടെക്നിക്സ് എന്തെല്ലാമാണ് എന്നുള്ളത് അതുപോലുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന HTTP സെർവ്ലെറ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റാണ്. ഇതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഡാറ്റാസും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഡാറ്റാസും നമുക്ക് സെൻഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഒബ്ജക്റ്റാണ്. നമുക്കൊരു HTML വെബ് പേജാണ് റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അതിന് നമ്മൾ ഈ പ്രിൻറ്റ് റൈറ്റർ ഒബ്ജക്റ്റും println മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ കണ്ടൻറ് ടൈപ്പ് നമുക്ക് അതിൽ സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് നമുക്ക് HTTP ഹെഡർ ഇൻഫർമേഷൻസിൽ സപ്ലൈ ചെയ്യേണ്ട കണ്ടൻറ് ടൈപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു മെത്തേഡാണ് കണ്ടൻറ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെസ്പോൺസിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കണ്ടൻറ് ടൈപ്പ് എന്താണ് എന്നുള്ളതായിരിക്കും. അതിപ്പോൾ മീഡിയ ഫയലാണോ, അത് HTML ആണോ,
അതൊരു ഡൗൺലോഡബിൾ ഡോക്യുമെൻ്റ് ആണോ എന്താണെന്നുള്ളത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു സെർവ്ലെറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് java.io.star ഇമ്പോർട്ട് javax.servlet നമ്മുടെ സെർവ്ലെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലൈബ്രറി ഫയൽസും നമുക്ക് അവൈലബിൾ ആക്കുന്ന പാക്കേജാണ് javax.servlet.star. ഇമ്പോർട്ട് javax servlet.http HTTP ഫങ്ഷൻസ് റിക്വസ്റ്റ് റെസ്പോൺസ് ഒബ്ജക്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറി ഫയൽസ് ആണ്. പബ്ലിക് ക്ലാസ് ജാവാ സെർവ്ലെറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് JSL ആണ്. പബ്ലിക് ക്ലാസ് JSL എക്സ്റ്റെൻസ് HTTP സെർവ്ലെറ്റ്. നമ്മൾ പറഞ്ഞ ഒരു സെർവ്ലെറ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും HTTP സെർവ്ലെറ്റ് എന്നുള്ള ബേസ് ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. ഇനി ഡു മെത്തേഡാണ് നമ്മളിവിടെ ഓവർ റൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡു മെത്തേഡിൽ HTTP സെർവ്ലെറ്റ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് HTTP സെർവ്ലെറ്റ് റെസ്പോൺസ് ഒബ്ജക്റ്റും മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. 2 പാരാമീറ്റേഴ്സ് നമ്മളുടെ മെത്തേഡിന്, അത് ഡു ആണെങ്കിലും ഗെറ്റ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഈ 2 പാരാമീറ്റേഴ്സ് മസ്റ്റായിട്ടും പാസ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മളുടെ മെത്തേഡ് ത്രോ ചെയ്യാൻ സാധ്യതയുള്ള സെർവ്ലെറ്റ് എക്സെപ്ഷൻ IO എക്സെപ്ഷൻ. നമ്മുടെ റെസ്പോൺസ് ഡോട്ട് ഗെറ്റ് സെറ്റ് കണ്ടന്റ് ടൈപ്പ്. അപ്പോൾ ഇതിൽ നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതിൽ എക്സ്പ്ലിസിറ്റ് ഡാറ്റയായിട്ട് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്കിവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റെസ്പോൺസ് മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അതൊരു HTML പേജ് ആയിട്ടാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കോഡ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റെസ്പോൺസ് ഡോട്ട് സെറ്റ് കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് ബാർ HTML ടെക്സ്റ്റ് ആയിട്ട് HTML ആണ് നമ്മളിതിൽ എംബഡ് ചെയ്തിരിക്കുന്നത്. പ്രിൻ്റ് റൈറ്റർ ഔട്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട് ഡോട്ട് പ്രിൻ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു HTML കോഡ്, ഒരു വെബ് പേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന HTML കോഡാണ് നമ്മളിതിൽ സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ക്ലയൻറ്റ് സൈഡിൽ കിട്ടുന്ന സമയത്ത് ഇതിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ജാവാ സെർവ്ലെറ്റ് ടൈറ്റിൽ, അതുപോലെ ഒരു പാരഗ്രാഫിൽ ബേസിക് ജാവാ സെർവ്ലെറ്റ്, ഇത്രയും മെസ്സേജസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു സെർവ്ലെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അപ്പോൾ ഇതിനെ റൺ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു ഇതൊരു പ്യുവറായിട്ടുള്ള ജാവ ക്ലാസ് ആണ്. അപ്പോൾ ഇതിനെ സിമ്പിളായിട്ട് ഒരു നോർമൽ ജാവ ക്ലാസ്സിനെ റൺ ചെയ്യുന്ന പോലെ തന്നെ നമ്മളതിനെ കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ javax.servlet അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് എഴുതിയിരിക്കുന്ന സെർവ്ലെറ്റിൻ്റെ കോഡും ഇത് രണ്ടും നമ്മുടെ ക്ലാസ് പാത്തിൽ തന്നെ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് കമ്പൈൽ ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രാവശ്യം കമ്പൈൽ ചെയ്ത് നമുക്ക് ക്ലാസ് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ജാവാ സെർവ്ലെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡയറക്ടറിയിലേക്ക് മാറ്റാം. സാധാരണ രീതിയിൽ നമ്മുടെ ജാവാ സെർവ്ലെറ്റ്സിൻ്റെ ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിലെ ഡയറക്ടറീസിൽ web-inf എന്ന് പറയുന്ന ഫോൾഡറിലാണ് സാധാരണ ക്ലാസ്സസ്. ഈ ഒരു URL-ലാണ് നമ്മൾ നമ്മുടെ ക്ലാസ് ഫയലിനെ പ്ലേസ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഒരു സെർവ്ലെറ്റ് ക്ലാസ് ഫയലിന് നമുക്ക് ഇങ്ങനെ ഒരു HTTP ഹോസ്റ്റ് സെർവ്ലെറ്റ് മൈ സെർവ്ലെറ്റ് എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പേരാണ്. അപ്പോൾ ഈ ഒരു URL പാറ്റേണിൽ നമുക്ക് നമ്മുടെ സെർവ്ലെറ്റിനെ ആക്സസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു ഫോമിൻ്റെ ക്ലയൻറ്റ് സൈഡിൽ ഒരു HTML പേജിൻ്റെ ഫോമിൽ ആക്ഷൻ പേജായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റിക്വസ്റ്റ് ഈ ഒരു സെർവ്ലെറ്റ് പേജിലേക്ക് സബ്മിറ്റ് ആവുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അനാട്ടമി ഓഫ് സെർവ്ലെറ്റ് എന്നുള്ളൊരു ടോപ്പിക് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.